പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് IAS ഉദ്യോഗസ്ഥയും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അതിൻ്റെ ആ പദ്ധതിയുടെ MDയും അതിലുപരി അന്തരിച്ച ശ്രീമാൻ ജി കാർത്തികേയൻ്റെ മകനും അരുവിക്കര മുൻ MLAയുമായിരുന്ന KS ശബരിനാഥൻ്റെ ഭാര്യയുമായിട്ടുള്ള ദിവ്യ S. അയ്യർ, K. രാധാകൃഷ്ണൻ എന്ന ഇപ്പോഴത്തെ MPയും മുൻ മന്ത്രിയുമായിട്ടുള്ള ആ നേതാവിനെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രം വലിയ തോതിൽ അത് വൈറലായി. അതിനായിരക്കണക്കിന് ലൈക്കുകൾ അതിന് കിട്ടി, ഒരുപാട് കമൻറ്റുകൾ കിട്ടി. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ അത് വലിയ തോതിൽ എടുത്ത് ആഘോഷിച്ചു. തങ്ങൾക്ക് ബഹുമാനം തോന്നുന്ന പല പുരുഷന്മാരുണ്ടെങ്കിലും കേരള സമൂഹത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്തതിൽ ഉള്ള ദുഃഖം അതിൻ്റെ കമൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവ്യ S. അയ്യർ പല ദൃശ്യമാധ്യമങ്ങൾക്കും ഇൻ്റർവ്യൂ കൊടുത്തു. ഇതൊക്കെ നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ദിവ്യ S. അയ്യർ ഇതുപോലൊരു പ്രവർത്തനം നടത്തിയതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ആശ്ലേഷം അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ ഹഗ്, ഈ തനി മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഈ കെട്ടിപ്പിടുത്തം, അത് ഇപ്പോൾ നടന്നതല്ല. അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദിവ്യ S. അയ്യർ പത്തനംതിട്ട കളക്ടർ സ്ഥാനത്തു നിന്ന് ഒഴിയുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ശ്രീമാൻ K. രാധാകൃഷ്ണൻ ഈ ദിവ്യ S. അയ്യരെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഇതിനെ ആശ്ലേഷിച്ചപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇപ്പോൾ, അതായത് ഇപ്പോൾ K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്ന സമയത്താണ് അവരത് പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വാർത്ത വന്നിരിക്കുന്നത്. അതിലെ മുൻ മന്ത്രി K. രാധാകൃഷ്ണൻ ആശ്ലേഷിച്ച് യാത്ര അയക്കുന്ന ഇവരുടെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. മുൻമന്ത്രിയായ K. രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ പുറത്തുവിട്ടത്. പക്ഷേ അത് നേരത്തെ എടുത്തതായിരുന്നു. അത് കാര്യമായി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടർ ദിവ്യ S. അയ്യർ മന്ത്രിയെ പച്ചയായ മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഈ ചിത്രത്തിന് 10,000-ലധികം ലൈക്കുകൾ കിട്ടി. അങ്ങനെ പോകുന്നു ആ വാർത്ത. അപ്പോൾ അത് സ്ത്രീകൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ അവർക്ക് ഇപ്പോൾ കഴിയാറില്ല, അത് ചെയ്തു എന്നുള്ള നിലയിൽ ഉള്ള വലിയ ചർച്ചയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയിൽ ചൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന ഈ IAS ഉദ്യോഗസ്ഥ, അവരെ ഇങ്ങനെ ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു ആശ്ലേഷം അവർ നടത്തിയത് ഇപ്പം അവർ പുറത്തു പറയുന്ന ഈ ഒരു സദുദ്ദേശപരമായിട്ടുള്ള യുക്തി കൊണ്ടായിരുന്നോ അതോ വേറെ ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ഗിമ്മിക്ക് എന്നുള്ള നിലയിൽ ആണോ അവർ ചെയ്തത്, അതോ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവർക്ക് ഇതിനകത്തുണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഇത് ദിവ്യ S. അയ്യർ എന്ന് പറഞ്ഞ വനിത ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു സദുദ്ദേശപരമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ ഒരു പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നത് എന്ന് ആ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സംഭവം നടക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ പത്തനംതിട്ട കളക്ടർ സ്ഥാനം ഒഴിയുന്ന സമയത്താണ്. അന്ന് മന്ത്രിയായ K. രാധാകൃഷ്ണൻ അവരെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിട്ടാണ് അവർ ഇത് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്നെടുത്ത ഫോട്ടോയാണ് എന്ന് അവർ പുറത്ത് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് മത്സരിച്ച് ജയിച്ച് MP ആയി കഴിയുമ്പോഴാണ് അവർ ആ ഫോട്ടോ പുറത്തേക്ക് വിടുന്നത്.
അവരെ ഒന്ന് രണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഞാൻ കണ്ടപ്പോഴും അത് അന്നെടുത്ത ഫോട്ടോയാണെന്നുള്ള കാര്യം അവർ അറിയാതെ അവർ മറച്ചു പോകും. പിന്നെ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് താൻ ഈ മനുഷ്യനുമായി ഇടപെട്ടപ്പോൾ വളരെ പച്ചയായ ഒരു മനുഷ്യനായെന്ന് തനിക്ക് തോന്നി, ആദിവാസികളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെ തോന്നി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് അന്ന് ആ ഫോട്ടോ എടുക്കാനിടയായത്. അങ്ങനെയെങ്കിൽ അന്ന് ആ ഫോട്ടോ പിന്നെ പുറത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു. അന്നത് പുറത്ത് കൊണ്ടുവരപ്പെട്ടില്ല. അത് അവിടെ സ്വകാര്യമായി തന്നെ നിലനിന്നു. അതിപ്പോൾ പുറത്തേക്ക് പോകും. സുഹൃത്തുക്കളെ, ഇത് അവരൊരു സതുദ്ദേശപരമായിട്ട് ചെയ്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം, ഈ വനിത ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു പബ്ലിസിറ്റി മോങ്കറാണ് എന്ന് പല അവസരങ്ങളിലും എനിക്കിതിനു മുമ്പ് തോന്നിയിട്ടുണ്ട്. അവരുടെ വിവാഹം നടക്കുന്ന സമയം മുതൽ തന്നെ വിവാഹം വലിയ വാർത്തയായിരുന്നു. കാരണം IAS കാരിയായിട്ടുള്ള ഒരു വനിത ഒരു MLA വിവാഹം കഴിക്കുന്നു. ആ നിലയിൽ അത് പിന്നെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ ആ വിവാഹം മുതൽ തന്നെ ഈ പബ്ലിസിറ്റി വളരെയേറെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചെയ്യാൻ വളരെയേറെ ആക്രാന്തം കാണിക്കുന്ന ഒരു വനിതയായിട്ടാണ് എനിക്ക് ദിവ്യ എസ് അയ്യരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റേജിൽ കയറി നിന്ന് പാടുക, ആടുക, പല അവസരങ്ങളും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇവർ എന്തോ ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൻ്റെ കുട്ടിയെയും ഒക്കത്ത് വെച്ചുകൊണ്ട് അവിടെ പോയി ഇന്ന് സാധാരണ അയ്യപ്പന്മാർ വിളിക്കാത്ത പിന്നെ ശരണം വിളി നടത്തുന്നു എന്നുള്ള നിലയിലുള്ള ഒരു വീഡിയോ കുറച്ചാൾ മുമ്പ് വരികയുണ്ടായി. സാധാരണ അയ്യപ്പന്മാർ വിളിക്കാത്ത ഈ പണ്ഡിതരായ അയ്യപ്പന്മാർ മാത്രം വിളിക്കുന്ന അയ്യപ്പ സ്തുതികൾ വളരെ ഈ പറഞ്ഞ പോലെ ഫ്ലുവൻ്റായി അവിടെ നിന്ന് അവർ വിളിച്ചു എന്നും, അവരവിടെ ചെന്നപ്പോൾ അവരുടെ കുട്ടിയെയും കൂടി ഒക്കത്ത് വെച്ചുകൊണ്ടായിരുന്നു ചെന്നെന്നുള്ളത് സംബന്ധിച്ച് അതും ഇതുപോലെ തന്നെ വൈറലായിരുന്നു. അത് ഞാൻ കണ്ടത് ഞാൻ നല്ലപോലെ ഓർക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് അവർ നടത്തുന്ന സന്ദർശനങ്ങൾ, ആദിവാസികളുടെ ഊരുകളിലേക്കൊക്കെ നടത്തുന്ന സന്ദർശനങ്ങൾ, ഇതൊക്കെ തന്നെ വളരെയേറെ അണിഞ്ഞൊരുങ്ങി റീലുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനിപ്പോൾ കാണുകയായിരുന്നു. അപ്പോൾ അവർ അണിഞ്ഞൊരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വനിതകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതെല്ലാം തന്നെ ഒരു ജോലിയുടെ ഭാഗമായി ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതൊരു പബ്ലിക് റിലേഷൻസ് എക്സർസൈസ് ആക്കി മാറ്റാൻ ഈ വനിതയ്ക്ക് സാമാന്യം നല്ല കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിനുശേഷം അവർക്ക് എന്തോ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എന്തോ ഒരു ഗുഡ് ഗവർണൻസ് ആണ് എന്തോ ഒരു അവാർഡ് 1 ലക്ഷം രൂപയോ മറ്റോ കിട്ടി. കിട്ടിയ ആ 1 ലക്ഷം രൂപ അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. അതിൻ്റെ പേരിലും അവർ കുറേ കയ്യടി അന്ന് വാങ്ങിയതായി ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, മറ്റേ വനിതാ IASകാരിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി വളരെയേറെ ഈ പറഞ്ഞതുപോലെ പബ്ലിക് റിലേഷൻസിൽ താല്പര്യമുള്ള, പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് പ്രശസ്തി കിട്ടാൻ ഒരവസരവും ഒഴിവാക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഇവർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പറയാൻ കാരണം വെച്ചാൽ ചെറുപ്പക്കാരികളായിട്ടുള്ള വേറെ IAS ഉദ്യോഗസ്ഥരുണ്ട്. അതൊരു ഹരിത എന്നോ പറഞ്ഞ നായർന്നോ കൊണ്ട് പറഞ്ഞൊരു വനിതാ ഉദ്യോഗസ്ഥ ഒരു IASകാരിയുണ്ട്. അവർ നല്ലപോലെ പാട്ട് പാടുന്നവർ, അവർ പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഈ ദിവ്യ എസ് അയ്യരെ പോലെ തനിക്ക് ഈ പബ്ലിക് റിലേഷൻസിൻ്റെ ഭാഗമായി പ്രശസ്തി കിട്ടാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താത്ത ഒരു IAS വനിതയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമുക്ക് അവരുടെ ഈ ആശ്ലേഷത്തിലേക്ക് വരാം. അവരിപ്പോൾ ആശ്ലേഷിക്കുന്നതിലൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല, അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് മറ്റുള്ളവർ ചെയ്യാത്തവർ ചെയ്തു എന്നുള്ളത് പിന്നെ അവരെ പിന്തുണയ്ക്കുന്നതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ കിടപ്പുണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ പോലും സർക്കാരിൻ്റെ ഈ പറഞ്ഞ പോലെ വിംസ് ആൻഡ് ഫാൻസീസിന് അനുകൂലമായി നിൽക്കാത്ത ഒരവസ്ഥ ഉണ്ട് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അതായത് സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ പോലും സർക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണുപടച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പയ്യ മാറിയിട്ടുണ്ടെന്നും
അവരിതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കീഴുദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ആ സാഹചര്യത്തിൽ ഈ ദിവ്യ എസ് നായർ എന്ന് പറയുന്ന ഈ വനിതയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട കളക്ടർ സ്ഥാനത്ത് മാറിയപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ MD എന്ന് പറയുന്ന ഒരു പ്ലം പോസ്റ്റാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് നിയമനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് വളരെയേറെ വേണ്ടപ്പെട്ട ഒരു പൊസിഷനിലാണ് ഈ ദിവ്യ എസ് അയ്യരെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇരുന്ന് ഗവൺമെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ആ സാധിക്കാനുള്ള ഒരു പോസ്റ്റിലേക്കാണ് ദിവ്യ എസ് അയ്യരെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് അവർ കെ ശബരിനാഥൻ്റെ ഭാര്യയും പിന്നെ കാർത്തികേയൻ്റെ മരുമകളുമാണ് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരും എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടില്ല. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചാളും ഒരു വിവാദം വന്നിരുന്നു. എന്തോ ഒരു അനധികൃത ഭൂമി പതിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നിരുന്നു. ആ സ്ഥലം എന്തോ ഗവൺമെൻറ് തിരിച്ചേറ്റെടുക്കുകയും പിന്നെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനൊക്കെ കൊടുത്ത ഒരു സംഭവമൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്ലൂ ഐഡ് ഒരു വുമൺ ആണ്, ബ്ലൂ ഐഡ് ഗേൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിർണായകമായിട്ടുള്ളൊരു സ്ഥാനത്ത് അവരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരിപ്പോൾ CPMകാർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു വനിതയായി അവർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് തലേ തുണിയിട്ട് പോലും പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന CPMകാർക്ക് അവർ വലിയൊരു ആശ്വാസമാണ് ഇതിലൂടെ ചെയ്തു കൊടുത്തത്. ഈ പരാജയത്തിൻ്റെ ദുരിതത്തിൽ തലേ തുണിയിട്ട് പോലും പുറത്തിറക്കാൻ നടക്കാവുന്ന CPMകാർക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ ആഘോഷിക്കാൻ ഒരു അവസരം ദിവ്യ എസ് അയ്യർ ഉണ്ടാക്കി കൊടുത്തു. പച്ചയായ മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPMകാർക്ക് ആഘോഷിക്കാൻ ഒരു അവസരവും കൂടി അവർ സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് വലിയ സഹായം ദിവ്യ എസ് അയ്യർ CPMകാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദിവ്യ എസ് അയ്യരുടെ ഈ പ്രവർത്തനം സ്ട്രെയിറ്റ് ഫോർവേഡാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരാളാണ് ഇവർ. ഒരുപാട് ഗിമ്മിക്കുകളുണ്ട്, ഒരുപാട് ഡാൻസ്, പാട്ട്, അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്ത് ആഘോഷിക്കൽ, കളക്ടറായിട്ട് ഇരിക്കുമ്പോഴുള്ള സന്ദർശനങ്ങൾ റീലുകളാക്കൽ, മകളെ എടുത്തുകൊണ്ട് പിന്നെ ശരണമന്ത്രം വിളിക്കൽ, തനിക്ക് കിട്ടിയ അവാർഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മാനിക്കൽ. ഏറ്റവും പുതിയതായി ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ ആശ്ലേഷിക്കുന്ന ഈ ചിത്രം വളരെ ബിലേറ്റഡായിട്ട് നടന്നു കഴിഞ്ഞിട്ട് കുറേ നാളതൊന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കൽ. ആ പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്ന സമയം എന്ന് പറയുന്നത് CPMകാരാകെ തകർന്നടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നത് പുറത്തേക്ക് കൊണ്ടുവരൽ, അത് CPMകാർക്ക് ആഘോഷിക്കാനൊരു അവസരമാക്കൽ. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഈ വനിത ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനം ഇവർ പറയുന്നത് പോലെ സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.